നമ്മുടെ ചീന മാഡത്തിൻ്റെ പുതിയ സർക്കുലർ വന്ന ഈ ഒരു അവസരത്തിൽ ഒരുപാട് ആൾക്കാരുടെ സംശയമാണ് നമുക്ക് 2-ാം തീയതി പൈസ കിട്ടുമോ, നമ്മൾ ഇവരെ കുരങ്ങെളിപ്പിക്കുന്നതാണോ, നമുക്ക് വെറുതെ ഒരു ടാസ്ക് തന്നതാണോ, ഇങ്ങനെ ഓപ്ഷൻ കൊടുക്കാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും. ഇതുപോലെ നട്ടപ്പാതിരക്ക് 500 പേരാണ് സമാധാനത്തോടെ കിടന്നുറങ്ങിയതെങ്കിൽ ഇന്ന് മുതൽ 1000 പേര് സമാധാനത്തോടെ കിടന്നുറങ്ങട്ടെ എന്ന് കരുതിയിട്ടുള്ള ഒരു പറ്റിക്കൽ ആണോ, സൈക്കോളജിക്കൽ മൂവ് ആണോ നമ്മുടെ മാഡത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് നമ്മുടെ അൺഫ്രീസിങ് ഒക്കെ ശരിയായി, ഫ്രീസിങ് ഒക്കെ മാറിക്കിട്ടി എന്നൊക്കെ. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമ്മളൊക്കെ പറയുന്നത് കേട്ടിട്ടാണെന്ന് തന്നെ വിചാരിക്കുന്നു, ഇവർ തൃശ്ശൂർ കലക്ടറെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ അപ്രോച്ച് ചെയ്താലും തൃശ്ശൂർ കലക്ടറെ വേറെ സ്ഥലത്തേക്ക് ഇവർ സെഷൻ കോർട്ടിൽ പോകേണ്ടത്, തൃശ്ശൂർ സെഷൻ കോർട്ടിൽ പോകേണ്ടതിന് പകരം ഇവർ നമ്മുടെ ദേവൻ രാമചന്ദ്രൻ്റെ കോർട്ട് പോയിട്ട് യാചിക്കുകയായിരുന്നു ചെയ്തത്. ചിലവിന് പൈസ ഇല്ലേ അല്ലേ? അപ്പോൾ അങ്ങനെ അതുപോലെ ഇവർ തൃശ്ശൂർ കലക്ടറെ ഇത്രയും ബുദ്ധിയില്ലെന്നാണ് വിചാരിക്കുന്നത്. തൃശ്ശൂർ കലക്ടറെ കണ്ടപ്പോൾ തൃശ്ശൂർ കലക്ടർ പറഞ്ഞു കാണും, ഇത് ഞാനല്ല ഉത്തരവിട്ടത്, കോമ്പീറ്റൻ്റ് അതോറിറ്റി എന്ന് പറയുന്നത് സഞ്ജയ് എം കൗളാണ്, നിങ്ങൾ അദ്ദേഹത്തെ പോയി കാണുമെന്ന്. അദ്ദേഹം ഇരിക്കുന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാലും കാര്യമുണ്ടാവുമോ? ഏത് അക്കൗണ്ടാണ്, എത്രമാത്രം എമൗണ്ട് വിഡ്രോ ചെയ്യണം, ദൈനംദിന ആവശ്യങ്ങൾക്ക് എത്രമാത്രം എമൗണ്ട് വേണം എന്നതിലൊന്നും ക്ലാരിറ്റി ഇല്ലാതെ ശരിക്കും പറഞ്ഞാൽ കോടതി തന്നെ ഇവരെ കളിയാക്കിയായിരുന്നു. ഇങ്ങനെ എമൗണ്ട് എത്രയാണെന്നൊന്നും ഇവരുടെ ആവശ്യത്തിലുണ്ടായില്ല. ഏതെങ്കിലും ഒരു അക്കൗണ്ട് നമുക്ക് വെടി പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അക്കൗണ്ട് അൺഫ്രീസ് ചെയ്തു തരൂ അങ്ങനെ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ പറഞ്ഞു എന്നാൽ പിന്നെ ആ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇവരുടെ നമ്മുടെ അപ്ലിക്കേഷനിൽ അല്ലെ കോർട്ട് കൊടുത്ത അപ്ലിക്കേഷനിൽ എൻട്രിമിന് വേണ്ടിയിട്ടുള്ള അപേക്ഷയിൽ ഏത് അക്കൗണ്ടാണെന്ന് പോലും മെൻഷൻ ചെയ്തില്ല, ഒരു അക്കൗണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടായതുകൊണ്ട് ഒരു അക്കൗണ്ടും അൺഫ്രീസ് ചെയ്ത് കൊടുക്കാൻ സാധ്യതയില്ല. ഇവർക്ക് 37ഓളം അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെ പോകണം? തൃശ്ശൂർ കോർട്ടിൽ 3 പോകണം. അവിടെ നിന്ന് എന്ത് വേണം? അവിടെ നിന്ന് ഇതൊക്കെ കറങ്ങി തിരിഞ്ഞ് ഓക്കെ പറഞ്ഞ് നേരെ എവിടെ വരണം? നമ്മുടെ ജില്ലാ കലക്ടർക്ക് വരണം. ജില്ലാ കലക്ടർ അവിടെ നിന്ന് എന്ത് വേണം? ഏത് ബാങ്കിൻ്റെ ആണോ, അത് HDFCൻ്റെ ആണോ, ICICIൻ്റെ ആണോ എന്ന് നോക്കിയിട്ട് അതിൻ്റെ ഹെഡ് ഓഫീസിൽ അല്ലെങ്കിൽ ബ്രാഞ്ച് കൊടുത്തു കഴിഞ്ഞാലും ബ്രാഞ്ച് പറയും ഇത് ഹെഡ് ഓഫീസ് എന്നുള്ള പെർമിഷൻ വേണം. ഇവരെ പോലെ നിയമത്തെ ധിക്കരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ല ബാങ്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കും പേടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് അവരുടെയും ലീഗൽ സെല്ലിൽ പോയിട്ട് അതും അവിടെ നിന്നും ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോൾ എന്താവും? നമ്മൾ ആദ്യത്തെ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ 2-ാം തീയതി എന്ന് പറയുന്ന ഡെഡ് ലൈൻ പാസ്സായിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ കോടതിയുടെ ഉത്തരവിൻ്റെ വാലിഡിറ്റി അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ 2-ാം തീയതി വരെ ഇങ്ങനെ വിഡ്രോവൽ ഓപ്ഷൻ കൊടുത്തുകൊണ്ടേയിരിക്കൂ. അതിനുശേഷം മാഡത്തിൻ്റെ വക പുതിയൊരു ഡേറ്റ് വരുന്നതായിരിക്കും. അതിനിടയ്ക്ക് മാഡം ജയിലിൽ പോയില്ലെങ്കിൽ പുതിയ സർക്കുലർ വരുന്നതായിരിക്കും. ബൈ.